രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാമെന്നുള്ളത് ഇപ്പം ഞാൻ ചോദിച്ചുകൊണ്ട് പറയണം. കഥകളിയെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണമെങ്കിൽ കഥകളിയെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ കഥകളിച്ച ആളായിരിക്കണം, കഥകളി വേഷം കെട്ടിയ ഒരാളാണ്. ഇപ്പോഴും പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എൻലൈറ്റ്മെൻറ്റ് ഒരാൾ എഴുതുകയാണ്, അയാൾക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അല്ലേ? പിന്നെ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് ഒരാൾ എഴുതുകയാണ്, അയാൾക്ക് പെയിൻറ്റിങ്ങിനെ പറ്റി അറിഞ്ഞുകൂടാ, അയാൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതുപോലെയാണ് ഞാൻ കാണുന്നത് കഥകളി. ഇതൊരു സിനിമയിലൂടെ ഒരാളുടെ കഥാപാത്രത്തെ കാണിച്ചു എന്നുള്ളതല്ലാതെ ഇതൊരു റിയാലിറ്റി അല്ല, ഇറ്റ്സ് എ മേക്ക് ബിലീവ്. സിനിമയല്ലേ? ഇപ്പോൾ ഞാൻ ഒരു 8 വർഷം കഥകളി പഠിച്ച് പിന്നെ ഒരു 30 വർഷം സ്റ്റേജിലാടിയിട്ട് എനിക്ക് സിനിമ അഭിനയിക്കാൻ പറ്റുമോ? ഞാൻ ഡോക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, തൊറാസിക് സർജനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര തെറ്റായിപ്പോയി മോഹൻലാൽ, എന്നാൽ ഇത്രയും ഭയങ്കര ഒരു കാര്യം ചെയ്ത ഡോക്ടർ എന്നുള്ള ഇതിനെ മോശമായി കാണിച്ചു എന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഞാൻ തൊറാസിക് സർജറി ചെയ്യുന്നത് എൻ്റെ കൈകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ ചെറിയാൻ്റെ കൈകളാണ്. അദ്ദേഹം ചെയ്തു തന്നു ലാൽ ഷൂട്ട് ചെയ്തോളാൻ അല്ലേ? ഞാൻ ഒരു എൻജിനീയറായിട്ട് അഭിനയിക്കുന്നുണ്ട്, ഞാൻ പിന്നെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് തെറ്റാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഞാൻ അഭിനയിക്കുകയാണ്, ഐ ആം എനാക്ടിങ് എ തിങ്. അപ്പോൾ കഥകളി എന്ന് പറയുന്ന എത്ര പേർക്കറിയാം കഥകളിയെപ്പറ്റി? കഥകളി ഞാൻ പറയട്ടെ, ഒരു 3 മണിക്കൂർ ഒരു കഥകളി എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ആൾ പോലും ചിലപ്പോൾ ഒരു പക്ഷേ പോയിരുന്ന് കാണില്ലായിരിക്കും. അപ്പോൾ ബേസിക്കലി ആ സിനിമയിലെ കഥകളി എന്ന് പറയുന്ന നടൻ്റെ ഒരു ആഗണിയാണ് പറയുന്നത്. ഒരു നോട്ട് ഓൺലി കഥകളി, എപ്പോഴും ആക്ടർക്ക് ഒരു ആഗണി ഉണ്ടാകാം. അതിലൊരു ഒരു ഒരു അച്ഛനെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പ്രോബ്ലമുണ്ട്. പിന്നെ അയാൾ വളരെ റിനൗണ്ടായിട്ടുള്ള ഒരു ആക്ടറാണ്, പക്ഷേ അയാൾക്ക് വീട്ടിൽ ഒരു സ്ഥാനമില്ല. അയാളുടെ ഭാര്യ അയാളെ പലർക്കും ഞാനിപ്പോൾ പറയട്ടെ, ഞാൻ മോഹൻലാലാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ ഭാര്യയ്ക്ക് അല്ലെ എൻ്റെ മക്കൾക്ക് ഞാൻ അച്ഛനും എൻ്റെ ഭർത്താവാണ്, അല്ല അവർക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ എന്നുള്ള രീതിയല്ല. അപ്പോൾ അത് ഇയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഈഗോ ക്ലാഷാണ്. അയാളുടെ ഭാര്യ ഭയങ്കരമായിട്ട് അയാളെ അപമാനിക്കുന്നു. അപ്പോൾ അതിൽ ഇയാളുടെ വേഷത്തോട് ഭ്രമം തോന്നിയ ഒരാളുമായിട്ട് അയാൾ അടുക്കുകയും പിന്നാണ് മനസ്സിലാകുന്നത് അവർക്കും വേഷത്തിലായിരുന്നു താല്പര്യം എന്ന് പറയുന്ന ഒരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ആണ്. പിന്നെ ആ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോ പ്രൊഡക്ഷൻ ഉണ്ടായ സിനിമയാണ്, ഞാനാണത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അന്ന് ആ സിനിമയ്ക്ക് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം കൂടെ അറിയാൻ വേണ്ടി പറയാണ്, എനിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്, ക്യാൻസിൽ കാണിച്ച സിനിമയാണ്. ക്യാൻസിലെ സർട്ടൻ റിഗാർഡ്സ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും ഷാജി കരുണും കൂടെ ക്യാൻസിൻ്റെ ആ ഡയസിൽ അവിടെ നിൽക്കുമ്പം ഇന്ത്യൻ ഫ്ലാഗ് പറക്കുന്നുണ്ട്. ഷാജി കരുൺ പറഞ്ഞു, ലാലെ നമ്മുടെ സിനിമ ഉള്ളതുകൊണ്ടാണ് അത് പറക്കുന്നത്. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ്. അപ്പോൾ കഥകളിയെ ഞാൻ മോശമാക്കി എന്ന് പറയുന്നത്, ഇത് റിട്ടൺ ബൈ പിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അയാളൊരു ഫ്രാൻസിലുള്ള ഒരാളാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്, മനസ്സിലായില്ലേ? ആദ്യമായിട്ട് പാനാവിഷൻ ഷൂട്ട് ചെയ്ത സിനിമയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറാമാനിൽ ഒരാളായാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ ആ ക്യാൻസിൻ്റെ ഡയസിലോട്ട് നടക്കുമ്പം നമ്മുടെ നാഷണൽ ആന്തം പ്ലേ ചെയ്തു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് അന്ന് ആ സിനിമയ്ക്ക് 2.5 കോടി 3 കോടിയോളം നഷ്ടമുണ്ട്. അത് പോട്ടെ, ദാറ്റ് ഈസ് മൈ പ്രോബ്ലം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് നമ്മളൊരു കഥകളി തന്നെ മോശമായിട്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ മുകളിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ പ്രസ്താവന വളരെ താഴെയായിട്ടേ തോന്നുന്നു.